എൻ്റെ ടൗൺസ്വിൽ ടു കൊച്ചി ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ടൗൺസ്വിൽ ടു ബ്രിസ്ബൻ വന്നു. അത് പ്രത്യേകിച്ച് ഹാപ്പനിങ് ഒന്നും അല്ലായിരുന്നു. അവിടെ നിന്ന് ബ്രിസ്ബനിൽ നമുക്കൊരു 3-4 മണിക്കൂർ ലേവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സിംഗപ്പൂരിലോട്ട് അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി. അടിപൊളി ഫ്ലൈറ്റ് ആണല്ലോ സിംഗപ്പൂർ എയർലൈൻസ്. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൊണ്ട് ഞങ്ങൾക്ക് അടുത്തടുത്ത സീറ്റൊക്കെ കിട്ടി. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ആപ്പിൾ ജ്യൂസും പിന്നെ ഒരു സ്നാക്സൊക്കെ തന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. ഹാപ്പി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവർ ലഞ്ച് സെർവ് ചെയ്തു കേട്ടോ. അപ്പോൾ ലഞ്ചിന് നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ക്രീമി ചിക്കൻ ആൻഡ് പൊട്ടാറ്റോ, ഇത് പിന്നെ കുറേ ബണ്ണ്, പിന്നെ കുറച്ച് സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ ചിക്കൻ്റെ ഐറ്റംസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു. എല്ലാം നല്ല ഹോട്ടായിട്ടാണ് അവർ സെർവ് ചെയ്തത്. അത് പുള്ളി പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ ജ്യൂസ് മേടിച്ച് കുടിക്കലായിരുന്നു എൻ്റെ പരിപാടി. ആ ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ജ്യൂസ് കുടിച്ചാൽ ഞാനായിരിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. ഫുൾ ടൈം ഞാൻ ആപ്പിൾ ജ്യൂസ്, ഞാനൊരു 4-5 റൗണ്ട് ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അവർ ഒരേ ആൾ തന്നെ എനിക്ക് സെർവ് ചെയ്ത് അവർ മടുത്തുണ്ടാവും. കുറേ ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് കുറേ ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് എനിക്ക് അത്യാവശ്യം ഫുഡ് ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മിഡായിട്ടുള്ള 1-2 സാധനങ്ങളുണ്ട്, അത് ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. അത് കഴിഞ്ഞ് ഓരോണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി കഴിഞ്ഞപ്പം അവർ നമുക്ക് ടീ അല്ല, ഞാൻ ആപ്പിൾ ജ്യൂസാണ് വീണ്ടും വാങ്ങിയത്. അതും പിന്നെ എനിക്ക് മറ്റേ ചിക്കൻ്റെ ഒരു റാപ്പ് പോലത്തെ, റാപ്പല്ല, ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സിംഗപ്പൂർ ലാൻഡ് ചെയ്യാറായി. അപ്പോഴത്തേനും നമുക്ക് വീണ്ടും സന്തോഷമായി, കാരണം നാട്ടിലോട്ട് പോകാനുള്ള യാത്ര ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ സിംഗപ്പൂർ നമുക്കധികം ലേ ഓവറിലായിരുന്നു. നമ്മൾ ഓടിച്ചാടി അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു. അവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഫുഡ് വന്നു. ഡിന്നറിന് നമുക്കുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചാട്ട് പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നാടെത്താറായി എന്നുള്ളൊരു ഫീലൊക്കെ വരില്ലേ, അതൊക്കെ വന്നു. പിന്നെ നമ്മൾ മറ്റേ പറാത്തയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതും കഴിച്ചു. നമ്മൾ കുറേ നാളായിട്ട് നാട്ടിലെ ഫുഡ് ഡിപ്രൈവ്ഡ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മറ്റേ കുഞ്ഞ് പപ്പടവും റൈത്തയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഡെസേർട്ട് വീണ്ടും മിഡായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചി എത്തി. ഞാൻ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കൊച്ചി എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം നമ്മൾ പെട്ടിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോയി. ബാക്കി വീഡിയോ ഞാൻ